മുഖ്യമന്ത്രി ചർച്ചയിൽ പുകഞ്ഞ് കോൺഗ്രസ്. ചർച്ചയിൽ മൗനം പാലിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി ആരാണ് എന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നതുവരെ പരസ്യ ചർച്ചയ്ക്കില്ല. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പിന്തുണയ്ക്കുമെന്നാണ് വി ഡി സതീശന്റെ പ്രതീക്ഷ. അതേസമയം 24 മണിക്കൂർ കൊണ്ട് തീരുമാനമെടുക്കേണ്ട വിഷയമല്ലെന്നും ചർച്ചകൾ 4-ാം തീയതി കഴിഞ്ഞ് നടക്കട്ടെയെന്നും കെ മുരളീധരൻ പറഞ്ഞു. കെ സുധാകരൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ കണ്ടതിൽ കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാൻ അവകാശമുണ്ട് എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. അദ്ദേഹം നടത്തിയ പ്രതികരണത്തിലേക്ക്. കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഖാർഗെയും കണ്ട ആൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാനേ താല്പര്യമുള്ളൂ. അപ്പോൾ ആര് പറയണം ആര് പറയണ്ട എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഞാനാളല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഏതായാലും 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയും. അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. പക്ഷെ അത് പറയേണ്ട സമയം ഇതല്ല. രാഹുൽ ഗാന്ധി പറയുന്നയാൾ മുഖ്യമന്ത്രിയാകുമെന്ന് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. കേൾക്കാം. മെയ് 4-ന് ഞങ്ങളുടെ സർക്കാർ ഇവിടെ അധികാരത്തിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടാകും. മെയ് 5-നോ 6-നോ അടുത്ത മുഖ്യമന്ത്രി അധികാരമേക്കും എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമില്ല. അത് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും. അതിനിടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ പരിഹസിച്ച മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വീണ്ടും രംഗത്തെത്തി. ഫലം വരും മുൻപ് കൂട്ടയടിയാണെങ്കിൽ ഇനി നടക്കാനിരിക്കുന്ന മാരത്തൺ അടി എന്ന് വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഈ തെരഞ്ഞെടുപ്പിന് ഈ കടമ്പകൾ കടന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ട ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടയടിയാണെങ്കിൽ ഇത് മിക്കവാറും പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത് മാരത്തോൺ അടിയായിരിക്കും. അതിൻ്റെ ഒരു തർക്കമില്ല. ചുമ്മാ ഓരോരുത്തരും ഇവിടെ നിന്ന് കയറി ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിക്ക് പോയിട്ട് കേരള ഹൗസിൽ കിടന്ന് ഉറങ്ങുകയാണ്. കേരള ഹൗസിൽ കിടന്ന് നല്ല കൂർക്കം വിളിച്ച് ഉറങ്ങിയിട്ട് പറയുന്നത് ഞാൻ എൻ്റെ ഹൈക്കമാൻഡിനെ കാണാൻ വേണ്ടി പോയിരുന്നു. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിൽ വി ഡി സതീശൻ പക്ഷം അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ അതിൽ മൗനം പാലിക്കാൻ തീരുമാനിക്കുന്നു. ഘടകകക്ഷികളുടെ പിന്തുണയുണ്ടാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷ ആ വിഭാഗത്തിനുണ്ട്. എങ്കിൽ പോലും മറുഭാഗത്ത് പ്രതികരണങ്ങൾ നടത്തുന്ന മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ നമ്മൾ കാണുകയാണ്. കെ മുരളീധരൻ ഇന്നിപ്പോൾ അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. ഈ ഇത്തരം കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടവർ തന്നെയാണ് അത് നിയന്ത്രിക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ എന്തിനാണ് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സുധാകരനാകട്ടെ ഇതിലൊന്നും തെറ്റില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത്തരം ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ വലിയ അന്തർസംഘർഷങ്ങളിലേക്ക് വഴിവെച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് ഭരണപക്ഷം രംഗത്തെത്തുന്ന കാഴ്ച അതും നമ്മൾ ദിനംപ്രതി കാണുകയാണ്. അനുജ, ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമെന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസിനകത്ത് വലിയ തരത്തിലുള്ള ചർച്ചകൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പരിഗണിക്കണമെന്ന കാര്യം അറിയിക്കാനായി ഇന്നലെ മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ പാർലമെന്റിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പരസ്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി. KC വേണുഗോപാൽ ആയിരിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരേണ്ടത്, ചടുലമായ നേതൃത്വമാണ് ഇപ്പോൾ അനിവാര്യമെന്ന ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു കെ സുധാകരൻ അത്തരമൊരു പ്രതികരണം നടത്തിയത്. ഇത് കോൺഗ്രസിനകത്ത് ഒരു ദിവസം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖ്യമന്ത്രി ചർച്ച സജീവമായി തലപൊക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. കെ സുധാകരൻ്റെ ഈ പരസ്യ പ്രതികരണത്തിലും പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം അതൃപ്തിയുണ്ട്, അമർഷമുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ അതിനോട് പ്രതികരിച്ച് വിവാദം മൂർച്ഛിപ്പിക്കേണ്ടതില്ല എന്നാണ് അവരുടെ തീരുമാനം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന ചർച്ചകളോട് മൗനം പാലിക്കാനാണ് വി ഡി സതീശൻ്റെ തീരുമാനം. മുഖ്യമന്ത്രി ആരാണെന്ന കാര്യം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, അപ്പോൾ തന്നെ നിലപാടെന്താണെന്ന കാര്യം താൻ വ്യക്തമാക്കും. അതുവരെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിവാദം മൂർച്ഛിപ്പിക്കാനില്ല എന്നാണ് വി ഡി സതീശൻ്റെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും നിലപാട്. മാത്രമല്ല, മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ എല്ലാം പിന്തുണ സതീശനുണ്ട് എന്ന വിശ്വാസവും അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനത്തിൽ ഇപ്പോൾ വിവാദമുണ്ടാക്കേണ്ട എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. രമേശ് ചെന്നിത്തലയാകട്ടെ കെ സുധാകരൻ്റെ പ്രതികരണം വന്ന ശേഷം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും കെ സുധാകരൻ പരസ്യമായി നടത്തുന്ന ഈ നീക്കങ്ങളിൽ രമേശ് ചെന്നിത്തലയ്ക്കും അതൃപ്തിയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവഴി കോൺഗ്രസിനകത്ത് നടക്കുന്ന അന്തർസംഘർഷങ്ങളുടെ ഒരു തെളിവായിട്ട് കൂടിയാണ് ഇത്തരം പ്രതികരണങ്ങളെയും അതൃപ്തിയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുക. എന്തായാലും ഈ കാര്യത്തിൽ കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പരസ്യ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാനുള്ള ശ്രമമാണ് നേതാക്കൾ നടത്തുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.